ഈ ഒരു ഫോട്ടോയിൽ ഒന്നെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഫോൺ ഫോക്കസ് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ ഫോക്കസ് ചെയ്യാം. അതുപോലെ ഈ ഒരു ഫോട്ടോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യും, അല്ലെങ്കിൽ സബ്ജക്റ്റിനെ ബ്ലർ ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിനെ ഫോക്കസ് ചെയ്യാം. അതുപോലെ നിങ്ങളൊരു ഫോട്ടോ എടുത്തിട്ട് അതിനെ സബ്ജക്റ്റിന്റെ മുന്നിലുള്ളതും അതുപോലെ സബ്ജക്റ്റിന്റെ ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ടും ബ്ലർ ചെയ്തിട്ട് അതുപോലെ സബ്ജക്റ്റിന്റെ അടുത്തുള്ള ഭാഗവും ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡെപ്ത് ബ്ലർ, അല്ലെങ്കിൽ ഒരു റിയലിസ്റ്റിക് ഐഫോണിൽ നമ്മൾ പോർട്രേറ്റ് മോഡൊക്കെ എടുക്കുന്ന പോലത്തെ ആ ഒരു ബ്ലർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ആൻഡ്രോയിഡിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് റീലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ പറ്റി നിങ്ങൾ ചിലപ്പോൾ ഷോർട്ടിലും റീലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ iOS-നകത്തുള്ള ഫോക്കോസ് അതുപോലെ വാർലെൻസ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. സോ ഇതൊക്കെ ചെയ്യുന്നത് ബേസിക്കലി ഇത് തന്നെയാണ്. അതിൽ ആൻഡ്രോയിഡിൽ അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഈ ഒരു റീലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ക്രിയേറ്റ് എടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ ഹലോ ഗൈസ്, വെൽക്കം. അപ്പോൾ ഈ ഒരു ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് DSLR ബ്ലർ, നിങ്ങൾക്ക് ഫോട്ടോയിലും ബ്ലർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടാമതായിട്ട് ഒരു പ്രോ മോഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫോട്ടോയിലും വീഡിയോയിലും പ്രോ മോഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിപ്പം വരുന്ന എല്ലാ ഫോണിലും ഇൻബിൽഡ് ആയിട്ട് പ്രോ മോഡ് ഓപ്ഷൻ ഉണ്ട്. അത് വലിയ കാര്യമൊന്നുമില്ല. സോ ഫസ്റ്റിലുള്ള DSLR ബ്ലർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് കുറച്ച് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത് തരും. ആ ഒരു ഫോട്ടോന് അത് ചെറിയ രീതിയിൽ സൈഡൊക്കെ അടിച്ചൊക്കെ ചെറിയ രീതിയിൽ ബ്ലർ ആയിട്ടില്ല. സോ അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ് എന്നുള്ള ഒരു ഓപ്ഷൻ നാലാമത് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വൈറ്റ് ഏരിയ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ആ സബ്ജക്റ്റ് കറക്റ്റ് വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ വൈറ്റ് ഏരിയ എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നതാണ്. അതുപോലെ ബ്ലാക്ക് ഏരിയ എന്ന് പറയുന്നത് ബ്ലർ ആണ്ടാണ്. അതിന്റെ നടുവിൽ വരുന്ന ഏരിയ എന്ന് പറയുന്നത് കുറച്ച് ബ്ലർ ആവുന്ന രീതിയിലാണ്. അങ്ങനെ ഒരു ഗ്രേഡിയന്റ് പോലെ ഒരു ഫെയ്ഡ് ഔട്ട് ആവുന്ന രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഒന്നെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. ഇനി അത് വെച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ഡെപ്ത് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് നാലാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് 100% ആക്കി കൊടുത്തിട്ട് നിങ്ങൾ ഇപ്പം ബ്ലർ ചെയ്യേണ്ട, ഇപ്പോൾ എൻ്റെ ഷോൾഡർ ആണെങ്കിൽ ഷോൾഡറിന്റെ അടുത്ത് ബ്ലർ ആയിട്ട് കറക്റ്റ് ബ്ലർ ആയിട്ടുള്ള ഒരു സാധനം ക്ലോണിങ് യൂസ് ചെയ്തിട്ട് കളർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് ബ്ലർ ആവാത്ത ഭാഗത്ത് അങ്ങനെ അങ്ങ് വരച്ചു കൊടുക്കുക. ഇനി എവിടെയാണ് ഫോക്കസ് ആവേണ്ടത്, ആ ഫോക്കസ് ആവാത്ത ഭാഗത്തിന്റെ അടുത്തുള്ള സ്ഥലത്തുണ്ടാവില്ല. സോ ഫോക്കസ് ആ ഒരു ഏരിയയിനകത്തുള്ള ആ ഒരു ഭാഗം ക്ലോൺ ഉപയോഗിച്ചിട്ട് കളർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഫോക്കസ് ആവാത്ത ആ ഒരു സ്ഥലത്തും കൂടി ബ്രഷ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മനസ്സിലായിരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി റിവൈറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്ത് പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് കറക്റ്റ് ആവാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എനിക്ക് ഇവിടെ എൻ്റെ സബ്ജക്റ്റിനല്ല എൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ടൈപ്പ് എഫക്റ്റ് ആണ് എനിക്ക് വേണ്ടത്. എന്നിട്ട് നിങ്ങൾ അപ്പർച്ചർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് തോന്നുന്നു F4.0 2.0 അത്രയേ പോകുള്ളൂ. അത് അധികം ബ്ലർ ആക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും, അല്ലെങ്കിൽ അതിന്റെ മോഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ടി വരും. ഇനി അടുത്തായിട്ട് ഫ്ലെയർ എന്ന ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ബ്ലർ ചെയ്ത ഏരിയകത്തുള്ള ഹൈലൈറ്റ് അതുപോലെ കളർ വിവിഡ് അതൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷനാണ്. അതും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതുപോലെ ലെൻസും പിന്നെ അടുത്ത് കളർ ലാബിനകത്ത് നിങ്ങൾക്ക് ഫിൽറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട ഫിൽറ്റേഴ്സ് സെലക്ട് ചെയ്യാം. അതുപോലെ അഡ്ജസ്റ്റ്മെന്റ്സിനകത്ത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിനും സബ്ജക്റ്റിനും മാത്രം നിങ്ങൾക്ക് ഇപ്പോൾ കളർ കൂട്ടാനും ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ അതിനും സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അതുപോലെ ഓട്ടോ HDR എന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഹൈലൈറ്റ് ഭയങ്കര വെളിച്ചുള്ള ഏരിയയും ഭയങ്കര ഡാർക്ക് ആയിട്ട് ഏരിയയും ഒരേപോലെ നോർമൽ ആക്കുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷനാണ്. വെച്ച് അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. അതും പെയ്ഡ് ആണ്. അതുപോലെ കളർ ഗ്രേഡിംഗ് ടൂൾ കൊണ്ട് അതും നിങ്ങൾക്ക് പെയ്ഡ് ആണ്. പക്ഷേ ഇതിനകത്ത് ഫ്രീ ആയിട്ടുള്ളത് HSL ടൂളാണ്. അത് നിങ്ങൾക്ക് ഹെഡ്റൂമിനകത്തുള്ളവരെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതുപോലെ ഡിസ്പേർഷൻ നല്ല ടൂൾ ഉണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് ക്രോമാറ്റിക് അബ്രഷൻ RGB കളർ വെച്ചിട്ട് ഗ്ലിച്ച് വരുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് സംഭവം എഫക്ട് കൊണ്ടുവരാം. അതുപോലെ മോഷൻ ബ്ലർ യൂസ് ചെയ്തിട്ട്, പക്ഷേ മോഷൻ ബ്ലറിനകത്ത് നമുക്ക് സബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിന് മാത്രം മോഷൻ ബ്ലർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു നെഗറ്റീവ് ബാക്കി എല്ലാത്തിൽ അത് കൊടുത്തിട്ടുണ്ട്, ഇത് മാത്രം കൊടുത്തിട്ടില്ല. അതുപോലെ ലെൻസ് പെയർസ് ഉണ്ട്. അതും കുറച്ച് ഫ്രീ ആയിട്ടുള്ള കുറച്ച് പെയ്ഡ് ആയിട്ടുള്ള. അതുപോലെ ഓവർലേസ് മഴ എഫക്ട് അങ്ങനത്തെ മഴത്തുള്ളികൾ എഫക്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ലെൻസ് ഡിസ്റ്റോർഷൻ എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനകത്തുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നിങ്ങൾക്ക് മുകളിലെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അൾട്രാ HD എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് നമ്മുടെ റെവന്യൂ ആപ്പൊക്കെ യൂസ് ചെയ്ത് ലോ ക്വാളിറ്റിനെ ഹൈ ക്വാളിറ്റി ആക്കുന്ന സംഭവങ്ങൾ അതും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ 3 ട്രൈ ഫ്രീ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കൊടുക്കണം, അല്ലെങ്കിൽ മോഡ് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിന് നിങ്ങൾക്ക് iOS-നകത്ത് ഇതേപോലെ ഫോക്കോസ് അതുപോലെ വാർലെൻസ് ഉണ്ട്. ഈ 3 ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിലെ ഈ ഒരു റിയലൻസും അതുപോലെ വാർലെൻസും ഫോക്കോസും iOS-നകത്ത് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്പോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തൊടുത്തോട് വിളിച്ചപ്പെടാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.